ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വാക്കുകൾക്ക് വിലയേറുകയാണ്. ബ്രിക്സ് കൂട്ടായ്മയുടെ അമരത്തേക്ക് ഇന്ത്യ എത്തുമ്പോൾ നിർണായക പിന്തുണയുമായി റഷ്യയും ഒപ്പം ചേരുന്നു. ആഗോള രാഷ്ട്രീയത്തിലെ ഈ പുതിയ നീക്കത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 2026 ബ്രിക്സ് അധ്യക്ഷ പദവി ബ്രസീലിൽ നിന്നും ഇന്ത്യ ഔദ്യോഗികമായി ഏറ്റെടുത്തു കഴിഞ്ഞു. ജനുവരി 1 മുതലാണ് ഇന്ത്യയുടെ നേതൃത്വം ആരംഭിച്ചത്. ഈ സുപ്രധാന ദൗത്യത്തിൽ ഇന്ത്യക്ക് എല്ലാവിധ സഹായവും നൽകുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വികസിത രാജ്യങ്ങളുടെ ആധിപത്യത്തിന് ബദലായി തുല്യശക്തികളുടെ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയുടെ നേതൃത്വം നിർണായകമാണെന്ന് റഷ്യ വിലയിരുത്തുന്നു. ഇത് 3-ാം തവണയാണ് ഇന്ത്യ ബ്രിക്സിനെ നയിക്കുന്നത്. 2016-ലും 2021-ലും നമ്മൾ വിജയകരമായി ഈ പദവി വഹിച്ചിരുന്നു. എന്നാൽ ഇത്തവണത്തെ അധ്യക്ഷ സ്ഥാനം ചരിത്രപരമാണ്. കാരണം പഴയ 5 രാജ്യങ്ങൾ മാത്രമല്ല, കൂടുതൽ അംഗരാജ്യങ്ങളെ ഉൾപ്പെടുത്തി വികസിപ്പിച്ചെടുത്ത വിപുലീകരിച്ച ബ്രിക്സിനെയാണ് ഇന്ത്യ ഇത്തവണ നയിക്കാൻ പോകുന്നത്. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ വികസ്വര രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി ഇന്ത്യ മാറുകയാണ്. അംഗരാജ്യങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കാനും സ്വന്തം കറൻസിയിലുള്ള ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനും ഈ അവസരം ഇന്ത്യക്ക് ഉപയോഗിക്കാം. റഷ്യയുടെ ഈ ഉറച്ച പിന്തുണ ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. അങ്ങനെയാണ് ലോകം അതിനെ കാണുന്നത്. ചുരുക്കത്തിൽ ലോകക്രമം മാറുകയാണ്. വരും ദിവസങ്ങളിൽ ബ്രിക്സ് വേദികളിൽ ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ സ്വാധീനിക്കാമെന്നത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് മലയാളം.